ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പോവാം. 11.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് എല്ലാ ലോസും അപ്ലൈ ചെയ്യണ്ടേ. ക്വസ്റ്റ്യൻ കണ്ടോ? യൂസിങ് ലോസ് ഓഫ് എക്സ്പൊണൻസ് സിംപ്ലിഫൈ ആൻഡ് ആൻസർ ഇൻ എക്സ്പൊണൻഷ്യൽ ഫോം. ലോസ് ഉപയോഗിക്കണം, സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത ആൻസർ, ഫൈനൽ ആയിട്ടുള്ള ആൻസർ നമ്പേഴ്സ് അല്ല വേണ്ടത്, നമുക്ക് എക്സ്പൊണന്റ് ആയിട്ട് തന്നെ വേണം. അപ്പൊ എളുപ്പമായി, മൾട്ടിപ്ലൈ ചെയ്ത് നിൽക്കണ്ടല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ലോസ് അപ്ലൈ ചെയ്യാൻ പോവാണേ. നിങ്ങൾ തന്നെ വീഡിയോ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞോണം ഏതിലോ ഫസ്റ്റ് ലോ അല്ലേ? ഏതാണ്? a raised to m into a raised to n is equal to a raised to m plus n. ബേസ് വ്യത്യാസം, സോറി ബേസ് സെയിം, എക്സ്പൊണന്റ് വ്യത്യാസം. അപ്പൊ നിങ്ങൾ പറയും ഇവിടെ രണ്ടെണ്ണമല്ലോ, a raised to m into a raised to n ഉള്ളല്ലോ. അപ്പൊ പിന്നെ ഇവിടെ 3 ടേം ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാന്ന്? അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ 3 raised to 2 into 3 raised to 4 ചെയ്യുക. ആ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 3 raised to 6 ആയിരിക്കും. അതേ ഇൻറ്റു 3 raised to 8. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ലോ ഒറ്റയടി അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. എത്ര പവേഴ്സ് ഉണ്ടോ, ബേസ് സെയിം ആണോ നോക്കുക. പവേഴ്സ് ഉണ്ട്, എല്ലാം കൂടെ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? 3 raised to 2 plus 4 plus 8 ഇങ്ങനെ എഴുതിയാൽ മതി മക്കളെ. അപ്പൊ 3 raised to എത്ര വരും? 14 അല്ലേ? 3 raised to 14 എളുപ്പമാണല്ലോ. അടുത്തത് 6 raised to 15 divided by 6 raised to 10. പറഞ്ഞോ പിച്ചിലോ? a raised to m divided by a raised to n is equal to a raised to m minus n. ഡിവിഷൻ ഇങ്ങനെ വേണേലും എഴുതാം, ഇങ്ങനെ വേണേലും എഴുതാം കേട്ടോ, രണ്ട് സെയിം ആണ്. അപ്പൊ എന്നാ 6 raised to 15 minus 10 അല്ലേ? എക്സ്പൊണന്റ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ആൻസർ 6 raised to 5. ബട്ട് ഇതിൽ എക്സ്പൊണന്റ് ഫോമിലല്ലേ വരുന്നത്, ബേസും എക്സ്പൊണന്റും ഉണ്ട്. ഇതിൽ എക്സ്പൊണന്റ് ഫോമിലാണ് ആൻസർ വരുന്നത്. തേർഡ് വൺ a raised to 3 into a raised to 2. ഇതും സെയിം ആ. ഏതാ? a raised to m into a raised to n is equal to, അല്ലേ? ബേസ് സെയിം, പവേഴ്സ്. അപ്പം a raised to 3 plus 2 എത്ര വരും? a raised to 5. ഫോർത്ത് വണ്ണോട് ചെയ്താലോ? 7 raised to x into 7 raised to 2. ഇവിടെ സെയിം ഫോമുല തന്നെയാണ്. ഏതാണ്? ബേസ് സെയിം ആണ്. അപ്പൊ നമ്മുടെ a raised to മൾട്ടിപ്ലിക്കേഷൻ വന്നു. ഇത് തന്നെ 7 raised to x plus 2. പക്ഷെ ഒന്ന് ഇത്രയുള്ള ആൻസർ, കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നൊരു വേരിയബിൾ ആണ്, ഒന്ന് നമ്പർ ആണ്. അപ്പൊ വേരിയബിൾ നമ്പറിലൂടെ നമുക്ക് അഡീഷൻ ഒന്നും പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല, മൾട്ടിപ്ലൈ ചെയ്ത് 2x എന്ന് എഴുതായിരുന്നു. അപ്പൊ ഇത് പറ്റില്ല. സബ്ട്രാക്ഷൻ അഡീഷൻ ഒന്നും പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഓരോ പ്രോബ്ലം എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏത് ലോ അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒന്ന് എഴുതി വെച്ചേക്കണം, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കേട്ടോ. എന്നൊക്കെ മാർക്കുണ്ടോ മക്കളെ? അതുകൊണ്ടാണ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഫിഫ്ത്ത് വൺ. 5 raised to 2 the whole raised to 3 divided by 5 raised to 3. ഓക്കെ, ഇവിടെ ഒരു ഫോമുല, ഫോമുല അല്ലല്ലോ. a raised to m the whole raised to n is equal to a raised to m. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ രണ്ട് ലോ അപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ ഇവിടെ എത്ര വരും? 5 raised to 2 into 3 divided by 5 raised to 3. നമുക്ക് ലോ എഴുതാനുള്ള സ്ഥലമാണ്. 5 raised to 6 divided by 5 raised to 3. ഇവിടെ സെക്കൻഡ് ലോ ഏതാ? a raised to m divided by a raised to n is equal to a raised to m minus n. ഇത്ര സ്പീഡ് പറഞ്ഞോട്ടെ, അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പൊ 5 raised to 6 minus 3 അല്ലേ? അപ്പൊ എന്താണ്? 5 raised to 3 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് വൺ. 2 raised to 5 into 5 raised to 5. ഇവിടെ ഏതാ? ഫസ്റ്റ് ലോ അല്ലേ? അല്ല, ബേസ് വ്യത്യാസം. ഒന്ന് 2ഉം ഒന്ന് 5ഉം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെങ്കിൽ എക്സ്പൊണന്റ് സെയിമും. ഏതാണ്? a raised to m into b raised to m is equal to ab the whole raised to m. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബേസ് ഒരുമിച്ച് എഴുതണമെന്ന്. a ഇത് b. അപ്പൊ എന്നാ എഴുതും? 2 into 5 the whole raised to, എക്സ്പൊണന്റ് സെയിം, അതുപോലെ എടുത്ത് എഴുതുക. 5 into 2 10 raised to 5 അല്ലേ? ശരിയാണോ? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. 10 raised to 5 ശരിയാ. ഓക്കെ, ഇടയ്ക്ക് ആൻസർ നോക്കട്ടെ നമ്മൾ ചെയ്തിരുന്നത് ശരിയാണോന്ന്. ഓക്കെ, അടുത്ത സെവൻത് വൺ. a raised to 4 into b raised to 4. ഇതും സെയിം തന്നെ. നോക്കിയേ, വേരിയബിൾസ് ആണേ ഉള്ളൂ, എയും ബിയും.
ഈ എക്സ്പോണന്റ് സെയിം. അപ്പൊ നമ്മുടെ ഇതേ ഫോർമുല തന്നെ. അപ്പൊ എന്നാ എഴുതും? a ഇൻറ്റു ബി ദ ഹോൾ റൈസ് ടു 4. പവർ ഒറ്റയടിക്ക് എഴുതുക. a ഇൻറ്റു ബി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ. എ ബി ബ്രാക്കറ്റ് വേണേ. എ ബി ദ ഹോൾ റൈസ് ടു 4 ബ്രാക്കറ്റ് ഇട്ടില്ല. ഇങ്ങനെ ഇട്ടാൽ ആർക്ക് മാത്രമേ ഉള്ളൂ? ബിക്ക് മാത്രമേ ഉള്ളൂ 4. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതുക. ഇത്ര മനസ്സിലായില്ലേ? ഓക്കെ. പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും കൂടെ ഏതൊക്കെ ലോ അപ്ലൈ ചെയ്തു അത് നിങ്ങൾ എഴുതിയിരിക്കണം. നമ്മളിപ്പം 7 എണ്ണം ചെയ്തല്ലേ? ഇനിയുണ്ട് അടുത്തത്. എട്ടാമത്തെ 3 റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 3. ഏതിലോ? പവറിന്റെ മേളിൽ പവർ അല്ലേ? a റൈസ് ടു m ദ ഹോൾ റൈസ് ടു n is equal to a റൈസ് ടു mn. അപ്പൊ എന്താ എഴുതും? 3 റൈസ് ടു 4 into 3 that is 3 റൈസ് ടു 12. Next one 2 raised to 20 divided by 2 raised to 15 into 2 raised to 3. ആദ്യത്തെ ഏതിലോ? a raised to m divided by a raised to n is equal to a raised to m minus 1. അപ്പൊ എന്നാ എഴുതും? 2 raised to 20 minus 15 into 2 raised to 3. സബ്ട്രാക്ട് ചെയ്തേ 5 2 raised to 3. അടുത്ത നെക്സ്റ്റ് ലോ a raised to m into a raised to n is equal to a raised to m plus n. എങ്ങനെ മനസ്സിലായി നെക്സ്റ്റ് ലോ ആണ്? കണ്ടോ? ബേസ് സെയിം, എക്സ്പോണന്റ് ഡിഫറെന്റ്. അപ്പം നമ്മുടെ ഈ ലോ. അപ്പം 2 raised to 5 plus 3 is equal to 2 raised to 8. എളുപ്പല്ലേ? ഓക്കെ. 2 raised to 3 അടുത്ത 10th one 8 raised to t divided by 8 raised to 2. ഏതിലോ? ബേസ് സെയിം, എക്സ്പോണന്റ് സെയിം. അപ്പം ഇത് a raised to m minus n. a എത്രയാണ്? t 8 raised to t minus 2. ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റുമോ? മുമ്പേ പറഞ്ഞ പോലെ വേരിയബിളും സംഖ്യയും കൂടെ കിടക്കുന്ന നമ്പറോടെ കിടക്കുന്നതാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇത് വെറും എക്സ്പോണൻഷ്യൽ ഫോം എങ്ങനെ തന്നെ എഴുതിയാൽ മതി. 8 raised to t minus 2. എളുപ്പം അല്ലേ? ചെയ്തത് മടുത്തോ? 10 എണ്ണം ഉണ്ടായിരുന്നല്ലേ? ഒന്നുമില്ല, എളുപ്പമായിരിക്കും. എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ വരത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിക്കുക. ഇപ്പം എളുപ്പമായില്ലേ? അത്രേ ഉള്ളൂ. മക്കളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.